എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ മാസം 29-ാം തീയതി. ഇന്ന് OTT റിലീസായതും ഇനി റിലീസാകാൻ പോകുന്ന മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ഒരു ഹിന്ദി മൂവിയാണ് തവായ്. പുരാണ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ഈ ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രത്തിൽ പൂർവികർ ചെയ്ത പാപങ്ങൾ കാരണം ആ കുടുംബത്തിനും സീതാപൂർ ഗ്രാമത്തിനും ഒരു കടുത്ത ശാപമുണ്ടാവുകയും തലമുറകളായി ആ നാട്ടിലെ കൃഷികൾ നശിക്കുകയും ദാരിദ്ര്യം വിട്ടൊഴിയാതെ നിൽക്കുകയും ഇതുമൂലമുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. മനോജ് ജോഷി, അർപ്പിത് രംഗ, ഭൂഷൺ പ്രധാൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ഈ മൂവി ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അതൊരു മലയാള മൂവിയാണ് കാട്ടാളൻ. പോൾ ജോർജ് എഴുതി സംവിധാനം ചെയ്ത് ആന്റണി വർഗീസ് പേപ്പെ പ്രധാന വേഷത്തിലെത്തിയൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കാട്ടാളൻ. തെന്നിന്ത്യൻ താരങ്ങളായ സുനിൽ കബീർ ദുഹാൻ സിംഗ്, തുഷാര വിജയൻ ഇവരെ കൂടാതെ ജഗദീഷ് സിദ്ദിഖ് എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ജൂലൈ മാസം പകുതിക്കോ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു ട്രൂ ക്രൈം ഡോക്യുമെന്ററി സീരീസ് ആണ് വേസ്റ്റ് നൈബർ എവർ. നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽക്കാരുമായി സാധാരണയായി ഉണ്ടാകാറുള്ള തർക്കങ്ങൾക്കപ്പുറം ചില അയൽക്കാരുടെ പെരുമാറ്റം എത്രത്തോളം ഭയപ്പെടുത്തുന്നതും ക്രൂരവുമായി മാറാം എന്നുള്ളതാണ് ഈ ഡോക്യുമെന്ററി കാണിച്ചു വരുന്നത്. ആകെ 4 എപ്പിസോഡുകളുള്ള ഈ സൈക്കോ ത്രില്ലർ സീരീസ് ജൂലൈ 1 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തെലുങ്ക് വെബ് സീരീസ് ആണ് ഇസകപാട്നം. സമുദ്രകനി, ഐശ്വര്യ രാജേഷ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആമസോൺ പ്രൈം വീഡിയോസിലൂടെ തെലുങ്ക്, തമിഴ്, ഹിന്ദി ഭാഷകളിൽ 7 എപ്പിസോഡുകൾ ജൂലൈ 2 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാള മൂവി മോളിവുഡ് ടൈംസ്. അഭിനവ് സുന്ദർ നായക്കാണ് ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. നെസ്ലിൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഈ സിനിമ ഒരു സൈക്കോളജിക്കൽ ഡാർക്ക് കോമഡി ചിത്രമാണ്. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച ഈ സിനിമയിൽ നെസ്ലിനെ കൂടാതെ ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, ഗോപിക രമേശ്, വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ് എന്നിങ്ങനെ ഒരു വലിയ താരത്തെ തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ജൂലൈ മാസം 3-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ജാപ്പനീസ് സയൻസ് ഫിക്ഷൻ ക്രൈം ത്രില്ലർ സീരീസ് ആണ് ഹ്യൂമൻ വേപ്പർ. ഒരു മനുഷ്യന് വാതകമായി മാറാൻ ശക്തി ലഭിക്കുന്നതും തുടർന്നുണ്ടാകുന്ന ഭീതിജനകമായ സംഭവങ്ങളുമാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. ആകെ 8 എപ്പിസോഡുള്ള ഈ സീരീസ് ജാപ്പനീസ് കൂടാതെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ ജൂലൈ മാസം 2 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം വെബ് സീരീസ് ആണ് മുത്തശ്ശി. പുരാതനമായ ആചാരങ്ങളും ശാപങ്ങളും നിറഞ്ഞ ഈ ഗ്രാമത്തിൽ അമാനുഷിക ശക്തികളുടെ പിടിയിലാകപ്പെടുന്ന മകനെ രക്ഷിക്കാനുള്ള ഒരു അമ്മയുടെ പോരാട്ടമാണ് ഈ സീരീസിന്റെ പ്രധാന ഇതിവൃത്തം. ഈ മലയാളം ഒറിജിനൽ ഹൊറർ മിസ്റ്ററി വെബ് സീരീസ് C5 ജൂലൈ മാസം 3-ാം തീയതി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ജാപ്പനീസ് ആനിമേഷൻ സീരീസ് ആണ് സ്പാർക്സ് ഓഫ് ടുമാറോ. നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ മാസം 5 മുതൽ ഈ സീരീസ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഒബ്സഷൻ. ഈ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ മൂവിയുടെ ബഡ്ജറ്റ് 6.5 കോടി മുതൽ 7.5 കോടിക്കുള്ളിലാണ്. എന്നാൽ ഈ മൂവി ഇന്ത്യയിൽ നിന്നും കളക്ട് ചെയ്തത് 70 കോടിയും. എന്നാൽ ലോകമെമ്പാടും വലിയ തരംഗം സൃഷ്ടിച്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 1600 കോടിക്കും 2000 കോടിക്കുള്ളിലാണ്. ഈ മൂവി തിയേറ്ററുകളിൽ സെൻസർ ചെയ്ത പതിപ്പാണ് പ്രദർശിപ്പിച്ചതെങ്കിൽ OTTയിൽ ചിത്രത്തിന്റെ കട്ട് ചെയ്യാത്ത അൺകട്ട് അൺസെൻസേർഡ് പതിപ്പായിരിക്കും പ്രേക്ഷകരിലേക്ക് എത്തുക. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, തമിഴ് എന്നീ ഭാഷകളിൽ റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ ജൂൺ മാസം 30 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് പെഡ്ഡി. ബുച്ചി ബാബു സനയുടെ സംവിധാനത്തിൽ രാം ചരൺ കേന്ദ്ര കഥാപാത്രമായി എത്തിയൊരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ചിത്രമാണിത്. ജാൻവി കപൂർ, ശിവരാജ് കുമാർ, ജഗപതി ബാബു, ദിവ്യേന്ദു, ബോമൻ ഇറാനി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഏകദേശം ഈ മൂവിയുടെ ബഡ്ജറ്റ് വരുന്നത് 350 കോടി രൂപയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ ജൂലൈ മാസം 2-നും ഹിന്ദി ഭാഷയിൽ ജൂലൈ മാസം 30-നും OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് പതി പത്നി ഓർ വോദോ. മെയ് മാസം 15 റിലീസ് ചെയ്ത ഈ കോമഡി മൂവിയിൽ ആയുഷ്മാൻ ഖുറാന, വാമിക ഗപ്പി, സാറ അലി ഖാൻ തുടങ്ങിയവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം 10-ാം തീയതി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് വളരെയധികം ജനപ്രീതി ആർജിച്ച ഒരു അമേരിക്കൻ ആക്ഷൻ അഡ്വഞ്ചർ വെബ് സീരീസ് ആണ് ഔട്ടർ ബാങ്ക്സ്. ഔട്ടർ ബാങ്ക്സ് പരമ്പരയിലെ ഫൈനൽ സീസണാണിത്. ഈ ഹിറ്റ് ആക്ഷൻ അഡ്വഞ്ചർ സീരീസ് ഓഗസ്റ്റ് മാസം 20 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു തമിഴ് മൂവിയാണ് പരിമള ആൻഡ് കോ. പാണ്ഡ്യരാജ് സംവിധാനം ചെയ്ത് ജയറാം, ഉർവശി, യോഗി ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയൊരു കോമഡി ത്രില്ലർ ചിത്രമാണ് പരിമള ആൻഡ് കോ. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ജൂലൈ മാസം ലാസ്റ്റ് വീക്ക് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസിന് ഒരുങ്ങുന്ന ഒരു ഹിന്ദി മൂവിയാണ് ഇക്ക. സണ്ണി ഡിയോൾ, അക്ഷയ് ഖന്ന എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സിദ്ധാർത്ഥ് P മൽഹോത്ര സംവിധാനം ചെയ്ത ഒരു കോർട്ട് റൂം ഡ്രാമ ലീഗൽ ത്രില്ലറാണ് ഇക്ക. 29 വർഷങ്ങൾക്ക് ശേഷം സണ്ണി ഡിയോളും അക്ഷയ് ഖന്നയും വീണ്ടും ഒന്നിക്കുന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ഇവരെ കൂടാതെ ദിയ മിർസ, തിലോത്തമ ഷോം, സഞ്ജീത ഷെയ്ഖ് എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ മാസം 10-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും.